പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ.ഡി. 67.03 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിവിധ ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിലാണ് സ്വത്തുക്കൾ. ഇതുവരെ കണ്ടുകെട്ടിയത് 129 കോടി രൂപയുടെ സ്വത്തുക്കളാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, നേരത്തെ തന്നെ നടപടികൾ തുടങ്ങി വച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ.ഡി. എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. 67.03 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിവിധ ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിലാണ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനോടകം 129 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, നേരത്തെ തന്നെ നടപടികൾ ഇ.ഡി. തുടങ്ങി വെച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ആ നടപടി കൂടുതൽ കടുക്കുന്നു എന്നുള്ളത് മാത്രം ജിജീഷ് പറയും. കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇ.ഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. 67 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടിയാണ് PFIയുടെ നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ഇതായി കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇ.ഡിയുടെ ഒരു കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നു. 8 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ 67 കോടി രൂപയുടെ സ്വത്തുവകകൾ നിലവിൽ കണ്ടുകെട്ടിയിട്ടുള്ളത്. 127 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇതുവരെ അന്വേഷണ സംഘം നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ കെട്ടിടത്തിന്റെ ഭൂമിയുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ സോഷ്യൽ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉണ്ട്. കൂടാതെ ഇസ്ലാമിക് സെന്റർ വയനാട്, ഹരിതം ഫൗണ്ടേഷൻ മലപ്പുറം, പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ, വള്ളുവനാട് ട്രസ്റ്റ് പാലക്കാട്, ഒപ്പം തന്നെ SDPIയുടെ തിരുവനന്തപുരത്ത് ഭൂമി, കെട്ടിടം അടക്കമുള്ള കേന്ദ്രങ്ങൾ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. നേരത്തെ തന്നെ ശക്തമായ ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നു. PFIയുടെ ക്കെതിരെ പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ നീക്കങ്ങൾ, ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 67ഓളം പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യത്തിനെതിരായി സംഘടിക്കൽ അടക്കമുള്ള കൃത്യങ്ങൾ അന്വേഷണ സംഘങ്ങൾ, ദേശീയ അന്വേഷണ ഏജൻസി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ആരംഭിച്ചതും വലിയ തോതിലുള്ള ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ, വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുള്ള പണമിടപാടുകൾ, ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഹരിതം ഫൗണ്ടേഷൻ മലപ്പുറവും, പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ അടക്കം, വള്ളുവനാട് ട്രസ്റ്റ് അടക്കമുള്ള 8 കേന്ദ്രങ്ങളിലെ സ്വത്തുക്കൾ അന്വേഷണ സംഘം 67 കോടി രൂപ വില വരുന്നതാണ്. നേരത്തെ തന്നെ ഈ കേസിൽ പ്രതികളായ ആളുകളിൽ ചിലരുടെ സ്വത്തുവകകൾ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിരുന്നു. വ്യക്തിപരമായിട്ടായിരുന്നു ആ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നത്. അതിൽ വസ്തുക്കൾ ഉണ്ടായിരുന്നു, അവരുടെ ഭൂമി ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു നേരത്തെ കണ്ടുകെട്ടിയത് എങ്കിൽ അതിന്റെ ഒരു തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സ്വത്തുവകകൾ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിട്ടുള്ളത്. ശരി ജിജീഷ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സ്വത്തുക്കൾ ഇ.ഡി. കണ്ടുകെട്ടി എന്നുള്ളതാണ്. 67.03 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. നേരത്തെ തന്നെ നടപടികൾ തുടങ്ങിയിരുന്നു. ഇതുവരെ 129 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.